നമ്മൾക്ക് ഏകദേശം 350-ലധികം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപ മുതലാണ്. പരം ബോഗൻവില്ല വെറൈറ്റികളുടെ എക്സിബിഷൻ ഞങ്ങൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇവിടെ നടത്തുകയാണ്. നമ്മളുടെ ഈ ചെടികൾ ഇത്രയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞ വളക്കൂട്ട് ഇതാണ്. മൊയൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർന്നിട്ടുള്ള മിക്സാണിത്. ഇത് സെൽഫി പോയിൻ്റ് എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് സൺസെറ്റ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. സൺസെറ്റ് ചെയ്യുന്ന സമയമാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് ഫോട്ടോയും വീഡിയോ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ചെടികളും പൂക്കളും സൺസെറ്റും എല്ലാം കിട്ടുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഹായ്, ഞങ്ങളെ ഒരുവിധം എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ചാനലിലൂടെ. ഞാൻ പ്രിയ ഡയസ്, കടലാസ് പൂ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ സാരഥികളാണ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്നാലേ കടലാസ് പൂ എന്ന് പറഞ്ഞ ഈ സ്ഥാപനം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിനകത്ത് ചെടികളെ കുറിച്ച് പരിപാലിക്കുന്ന ആൾ ഞാനും, ഇതിന് വേണ്ട ബാക്കി സാങ്കേതിക വിദ്യകളെല്ലാം ഒരുക്കി തരുന്ന ആൾ ഡയസുമാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കാലിക്കറ്റ് റോഡ് ഓർ തൃശ്ശൂർ കുന്നംകുളം ഓർ തൃശ്ശൂർ ഗുരുവായൂർ. ഈ മൂന്ന് സ്ഥലത്തേക്കും പോകുന്ന വഴിയിലാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. അതായത് തൃശ്ശൂരിൽ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിലാണ്, ഹൈവേ സൈഡിൽ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് പോകുമ്പോൾ 18 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു നയാര പെട്രോൾ പമ്പുണ്ട്. ആ നയാര പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കടലാസ് പൂ എന്ന സ്ഥാപനം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുന്നംകുളത്ത് നിന്ന് വരുമ്പോൾ 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടതുവശത്ത് നയാര പെട്രോൾ പമ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് കടലാസ് പൂ സ്ഥാപനം നിൽക്കുന്നത്. അതുപോലെ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് വന്ന് ചൂണ്ടൽ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നയാര പെട്രോൾ പമ്പ്, അതിൻ്റെ ഓപ്പോസിറ്റ് കടലാസ് പൂ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഈ സ്ഥാപനം അല്ലാതെ ഈ ചൂണ്ടലി നയാര പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കടലാസ് പൂ ബോഗൻവില്ല അല്ലാതെ വേറൊരു സ്ഥലത്തും ഫ്രാഞ്ചൈസികളോ ബ്രാഞ്ചസോ ഒന്നും നമുക്കില്ല. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മുടെ സ്ഥാപനം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടും പലരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ ബിസിനസ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമേഴ്സിനെ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അതിന് ഞങ്ങൾ തടയുന്നില്ല. പക്ഷേ കസ്റ്റമേഴ്സിനെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിനോട് ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിവിടെ അവതരിപ്പിക്കാനുള്ള കാരണം. കസ്റ്റമേഴ്സിന് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പല കസ്റ്റമേഴ്സും നമ്മുടെ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സ്ഥലത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ട് അത് ഞങ്ങൾ തിരിച്ച് വിളിക്കുന്ന സന്ദർഭങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ചെടി കേടായി, ഇത് പരിപാലിക്കാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവരോട്, നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? നിങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചത്, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചത്, നിങ്ങളുടെ ബ്രാഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ കസ്റ്റമേഴ്സ് മുഴുവൻ കംപ്ലയിൻ്റ് ചെയ്തത്. എന്നിട്ടും ഞങ്ങൾ ആ കസ്റ്റമേഴ്സിനെ ആ ചെടി രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർ ഭയങ്കര ഹാപ്പിയായി കോഴിക്കോട് വാങ്ങിച്ചുകൊണ്ട ടീമാണ്. അങ്ങനെ പലരും, ഒരു ടീമല്ല പലരും വാങ്ങിച്ചു ഞങ്ങളോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ ഒരു 150-ലധികം വെറൈറ്റികളാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോഴാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടിയോളം വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ ശേഖരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് കുറേ വെൻഡേഴ്സുമായിട്ട് പേഴ്സണൽ ആയിട്ട് തന്നെ നമ്മൾ കണക്റ്റഡായി അവരിൽ നിന്നൊക്കെ നമ്മൾ ഒത്തിരി പുതിയ വെറൈറ്റികൾ കളക്ട് ചെയ്ത് ഇപ്പോൾ ഒരു 350 ആൻഡ് അബോവ് വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജനങ്ങളിൽ നമ്മൾ 350 വെറൈറ്റി എന്നൊക്കെ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് 350ഓളം കളറുകളാണ്. അപ്പോൾ 350 കളറല്ല, അതിന് ഓരോ കളറുകളും റിപ്പീറ്റഡ് ആയിട്ട് ഓരോ വെറൈറ്റികളിൽ വന്നേക്കാം. അത് ആളുകളിൽ അവെയറാക്കാൻ വേണ്ടി നമ്മളൊരു ചെറിയ എക്സിബിഷൻ പോലെ അത് കണ്ടക്ട് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ആ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ആ ചെടികളെക്കുറിച്ച് പരിചയപ്പെടുകയും ചെയ്യാം.
ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ 350-ലധികം വെറൈറ്റികൾ അറേഞ്ച് ചെയ്ത് വെച്ച് ആളുകളെ അവെയർ ആക്കാനായിട്ട് ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മിക്കവാറും ചെടികൾ പുതിയതും പഴയതും ഒക്കെ ആയിട്ടുള്ള ഓൾഡ് വെറൈറ്റികളൊക്കെ ആയിട്ടുള്ള കളക്ഷൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പരിചയപ്പെടാം നമുക്ക്. ഞാൻ എക്സിബിഷൻ എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു ഇതല്ല. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റികളും നമ്മളിവിടെ ആളുകൾക്ക് കാണാനായിട്ടുള്ള സൗകര്യം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സാപ്ലിങ്സ് വാങ്ങിക്കൊണ്ട് പോകാനും സാധിക്കും. അതിനകത്ത് ഏറ്റവും റെയറായിട്ടുള്ള ഏറ്റവും ന്യൂവസ്റ്റ് ആയിട്ടുള്ള വെറൈറ്റികൾക്ക് വളരെ കുറച്ച് സാപ്ലിങ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ത്രൂ ഔട്ട് ദ സീസൺ കിട്ടണം എന്ന് നിർബന്ധമില്ല. ബട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതെല്ലാം സെയിലിനും കൂടെ അവൈലബിളാണ്. ഇത് ഹവായ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് ഹവായ് വൈറ്റ്. ഇത് ബ്രസയുടെ വെറൈറ്റികളാണ്. ബ്രസ പീച്ച്, റെഡ്, മെജൻഡ, സോഫ്റ്റ് പീച്ച്. ഇത് മിസാലിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് സക്കൂറ ബല്ലാക്കാൻ എന്ന് പറഞ്ഞ ചെടിയാണത്. ഇത് ബട്ടർ കപ്പ് എന്ന് പറഞ്ഞ ചെടിയാണ്. ഇതിനെയാണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും പറയുന്ന മഹാറാണി എന്ന് പറഞ്ഞ ചെടികളാണിത്. ഈ ഇരിക്കുന്നത് ടാങ്ലോങ്ങിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇത് ടാങ്ലോങ് പേർപ്പിൾ, ഫ്ലവേഴ്സ് കഴിഞ്ഞ് അടുത്ത കൊഴിയാനായ സ്റ്റേജാണ്. ഇത് രണ്ടും ടാങ്ലോങ് റെഡ്, ഓറഞ്ച് എന്നും പീച്ചെന്നും പറയുന്നുണ്ട്, അതിനോട് ചേർന്ന കളറാണ്. ഇത് ടാങ്ലോങ് വൈറ്റ് ആണ്. ടാങ്ലോങ് വൈറ്റ് കുറച്ച് ഓപ്പൺ ആവുന്ന ഒരു തരം ചെടിയാണ്. ഇത് ടാങ്ലോങ് പിങ്ക്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നാണ് ഇതിനെ പറയണത്. ടാങ്ലോങ്ങിൻ്റെ തന്നെ ഒരു ഇതിൽ വരുന്നതാണ്. ഇത് മൊണോലിസ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഡിഫറെൻറ്റ് കളേഴ്സാണ്. ഇത് മൊണോലിസ യെല്ലോ, ഓറഞ്ച്, ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് ഇപ്പോൾ അടുത്തത് വരുന്നേ ഉള്ളൂ. ബ്ലാക്ക്, റെഡ്. ഇത് ബട്ടർഫ്ലൈയുടെ ഡിഫറെൻറ്റ് വേരിയൻസ് ആണ്. ഇത് ബട്ടർഫ്ലൈ പിങ്ക്, ഇത് ഫ്യൂഷ്യ ബട്ടർഫ്ലൈ, ഇത് സ്പ്ലാഷ് ബട്ടർഫ്ലൈ, ഇത് വൈറ്റ് ബട്ടർഫ്ലൈ, യെല്ലോ, ഓറഞ്ച്. ഈ ബട്ടർഫ്ലൈയുടെ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇതും വരിക. ഇതിൻ്റെ പേര് ഗെയ്ഷ എന്നാണ്, ഗെയ്ഷ. ഇത് സ്നോ ഓറഞ്ച്. ഇതാണ് ഗോൾഡൻ പെഡ്രോ ബാമ്പിനോ എന്ന് പറയുന്ന പ്ലാന്റാണിത്. ഇത് വരുന്നത് സൺസ്റ്റോൺ വൈറ്റും സൺസ്റ്റോൺ റെഡും ആണത്. ഇത് ഫ്ലവർ ആയിട്ടില്ല, സിൽവർ ചിത്രയാണിത്. ഇത് വരുന്നത് ലേഡി ബേർഡ് ബാറ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണിത്. ഇത് യെല്ലോ അദർണയാണിത്. ഈ വരുന്നത് സെപ്റ്റംബർ എന്ന് പറയുന്ന വയലറ്റ് സെപ്റ്റംബർ, ഓറഞ്ച് സെപ്റ്റംബർ, ഇത് റെഡ് സെപ്റ്റംബർ. അത് ഫ്ലവർ കഴിഞ്ഞിരിക്കുന്ന സമയം. ഇത് യെല്ലോ അദർണയാണെങ്കിൽ ഇതാണ് അദർണ എന്ന് പറയുന്ന പ്ലാന്റ്. അദർണയ്ക്ക് ഈ ശരിക്കും വരേണ്ട കളർ ഇതാണ്. ചില ബ്രാഞ്ചസിൽ യെല്ലോ മാത്രം വിരിഞ്ഞു പോകാറുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ഫ്ലവറിൽ മാത്രമേ വെരിഗേഷൻ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളത് യെല്ലോയിലാണ് നിൽക്കുന്നത്. ഇത് വരുന്നത് ബേർഡ് വിങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണത്. ഇത് ഗോൾഡൻ റാവു. ഇത് വജീദ് റെഡ്. ഇത് ഫ്ലവറില്ല, ടാമ്പുരാൻ ബ്യൂട്ടി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് വരുന്നത് പോയട്രി. ഇത് എമ്മാസ്പർക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിൻ്റെ യെല്ലോ മിക്സിൻ്റെ ചെടിയായിരുന്നു, അത് നാശായി. ഇത് ബ്ലാക്ക് മൊണോലിസ എന്ന് പറഞ്ഞ ചെടിയാണിത്. ഇത് മുഴുവനും ഫോർമോസകളാണ്. ഇത് ട്വിസ്റ്റഡ് ഫോർമോസ. ഇത് വലിയ ഫോർമോസയുടെ ബിഗ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. ഇത് മിനി ഫോർമോസ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് തിമ്മ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് തിമ്മ പീച്ച്. ഇത് പിങ്കാണ്. ഇതിൽ ഫ്ലവേഴ്സ് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ വരുന്നേ ഉള്ളൂ. ഇത് റെഡ്, അത് യെല്ലോ. ഇത് ഗോൾഡൻ ചിത്രയാണ്. അവിടെ സിൽവർ ചിത്ര കണ്ടു, ഇത് ഗോൾഡൻ ചിത്രയാണ്. ഇതിനകത്ത് ഇത് മിസ് ഹോളൻഡ് സ്പോട്ടഡ് എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് സ്പെക്ട്രം എന്ന് പറഞ്ഞ പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ പൂ കൊഴിഞ്ഞ് അടുത്ത പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഫുൾ ഫ്ലവറായിട്ട് കാണാൻ ഇത് ഭയങ്കര രസമുള്ളതാണ്. ഇവരൊക്കെ പുതിയ ആളുകൾ വന്നിട്ടേ ഉള്ളൂ. ഇത് പ്രിൻസ് കിജോറിയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് റംബുട്ടാൻ. ഇത് ഗോൾഡൻ ജയൻറ്റ്, പിങ്ക് മഷൂറി,
ഇതും ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് പിങ്ക് പാച്ച് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫ്ലവർ കഴിഞ്ഞ് പുതിയ പൂക്കൾ വന്നുകൊണ്ടിരിക്കുക. ഇത് വാട്ടർമെലൺ കിസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഫോക്സ് ടെയിൽ റെഡ്, ഇത് ഫോക്സ് ടെയിൽ യെല്ലോ. ഈ സൈഡിലുള്ളതാണ് ക്ലൗഡ് വൈറ്റ്. ഇത് ഫ്ലവർ കൊഴിയാനായതാണ്, ഇനി അത് പുതിയ ഫ്ലവേഴ്സ് വരാനിരിക്കുന്നു. ഇത് ടാനിയൻ ഗ്രേപ്സ് പിങ്ക് പാന്തർ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ലോലയാണ്, അത് നിറയെ പൂവായിട്ടില്ല, അതാവണേ ഉള്ളൂ. വിയറ്റ്നാം മിക്സ് കയാട്ട. ഇത് മഹാറയുടെ SF മഹാറ മാർബിൾ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ക്രിസ്റ്റീന. ഇത് അർജുന. ലൈലാക്ക്, ട്രൈ കളർ, സ്കാർലറ്റ് റെഡ്. ഇത് ഗോൾഡൻ സൺഷൈനാണ്, അതിൻ്റെ ഫ്ലവേഴ്സ് കഴിഞ്ഞു, അടുത്തത് വിരിയാൻ പോകണേ ഉള്ളൂ. ഇത് തൈഡലൈറ്റ് ഗ്രീൻ ലീഫ്. ഇത് സിൽവർ ലീഫ്, തൈഡലൈറ്റിൻ്റെ തന്നെ സിൽവർ ലീഫ്. ഇത് ഓറഞ്ച് മഷൂറി, സൺസെറ്റ് പിങ്ക്. ഇത് തായ് പ്രിൻസസ്. ഇത് നമ്മളുടെ ഫയർ ഓപ്പൽ. ഇത് ബിഡാദരി ലിപ്സ്റ്റിക്ക്. ഇത് പിങ്ക് സ്ട്രൈപ്പ്. ഈ വരുന്നത് അഡാസ് ജോയ്. ഇത് സെൻഡായ് ഓറഞ്ച്. ഇത് ഫെയർ ലേഡി. ഇതാണ് സഫയറിൻ്റെ പ്ലാന്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അത് വലുതായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് ഫയർ റെഡ്, മാജിക് ഐസ്ക്രീം, പിങ്ക് അലോറ, സ്നോ റെഡ്, സ്കൈലൈൻ. ഇത് നമ്മുടെ ചില്ലി റെഡ്, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പൂനെ വൈറ്റും എല്ലാവർക്കും അറിയുന്ന ഒരു ഷെയ്ഡ്. ഇത് ട്രൈ കളർ വെരിഗേറ്റഡ്. ഇത് ഓറഞ്ച് ടാങ്ക്ലോ. ഇത് ബ്ലൂബെറി ഐസ്. ഇത് കമേലിയ ഐസി റെഡ്. നമ്മുടെ റൂബി റെഡ്, സൺറൈസ് വൈറ്റ്. ഇത് യെല്ലോ ഫാൻറ്റസി എന്ന് പറയുന്നത്. ഇതിന് വെരിഗേഷനുള്ള ലീവ്സാണ് കേട്ടോ, വെയിലിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വെരിഗേഷൻ മാറുന്നതാണ്. ഇത് മില്ലോബാറ്റിക്, ഡെൽറ്റ ഡോൺ, മിസ് വേൾഡ്. പിന്നെ ഇത് മെജൻഡ വെരിഗേറ്റഡ്. ഇത് ഫയർ റെഡ് വെരിഗേറ്റഡ്. ഇത് ഫാറ്റിമ പിങ്ക്. ഇത് ക്ലാര സാൻഡിയാഗോ ഫ്ലൈ ബൈറ്റ്സ്. ഇവരെല്ലാവരും ഓൾഡ് വെറൈറ്റികളാണ്. ഇത് ഓൾഡ് ഹൈബ്രിഡ്സിൽ പെട്ട ചെടികളാണ് ഈ സെഗ്മെൻറ്റിലിരിക്കുന്നത് മുഴുവനും, ബ്ലാക്ക് കളർ ചെടികളായിട്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ ബൊഗൻവില്ലകൾ നോക്കിക്കഴിഞ്ഞാലേ ഇതിനകത്ത് പൂക്കൾ കാണാൻ കുറവേ ഉണ്ടാവുള്ളൂ. അതേസമയം അങ്ങ് ദൂരത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വെയിലിൽ നിൽക്കുന്നതിലൊക്കെ പൂക്കൾ നിറയെ കാണാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഈ നെറ്റ് കെട്ടിയതുകൊണ്ട്, ഓഫീസിലേക്ക് സൺലൈറ്റ് കുറയാൻ വേണ്ടി ഇവിടെ നെറ്റ് കെട്ടിയതുകൊണ്ട് ഇവിടെ ഷെയ്ഡാണ് വരുന്നത്. ഇത് തന്നെയാണ് ബൊഗൻവില്ലയുടെ ഇഷ്യൂ. അതായത് എവിടെയാണോ തണൽ കിട്ടുന്നത്, അല്ലെങ്കിൽ അപ്പോൾ ഇവിടുത്തെ വെള്ളം ഇവോപ്പറേറ്റഡ് ആവണില്ല, അപ്പോൾ ഇതിൽ തന്നെ വെള്ളം നിൽക്കുന്നുണ്ട്, സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വെള്ളവും കൂടി, അപ്പോൾ വെയിലും കുറഞ്ഞു. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൂക്കളും കുറയും. ഇലയാണെങ്കിൽ ധാരാളം ഉണ്ട്, നല്ല പച്ചപ്പുണ്ടാവും, പക്ഷേ പൂക്കൾ വളരെ കുറവായിരിക്കും. അതേസമയം ആ ഭാഗത്ത് നിൽക്കുന്നതിനകത്ത് പൂക്കൾ സെയിം ബാച്ച്, സെയിം പ്രൂണിങ്, സെയിം ഡേറ്റിൽ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ള ചെടികളാണിത്. അത് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. വെയിലും വെള്ളമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വെള്ളം കൂടിയാലും പൂ കുറയും, വെയിൽ കുറഞ്ഞാലും പൂ കുറയും. ഇത് രണ്ടും ഇനഫാണെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും. ഇപ്പോൾ ഈ കാണുന്ന ചെടികളും അതേപോലെ തന്നെയായിരുന്നു. ഇവർ ഞങ്ങൾ മുകളിൽ ഇതിൽ വെച്ചിരിക്കുകയായിരുന്നു, ബാൽക്കണിയിൽ വെച്ചിരിക്കുകയായിരുന്നു. അവിടെ ചെറിയ തോതിൽ ലൈറ്റ് കിട്ടും, സൺലൈറ്റ് ഉണ്ടാവും, പക്ഷേ കംപ്ലീറ്റ് സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ ഇലയായിരുന്നു വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ കളറിലും നമുക്ക് കാണാം, ഇത് ലൈറ്റ് യെല്ലോയിലാണ് ഈ ചില്ലി യെല്ലോ വിരിഞ്ഞിരിക്കണേ. കുറച്ച് അങ്ങോട്ടേക്ക് മാറി നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോൾ ഇതാ ഫയറോപ്പാൽ ഇവിടെ പൂവായിരിക്കുന്ന കണ്ട, അതിൻ്റെ ഓറഞ്ച് കളറും ഇതിൻ്റെ ഓറഞ്ച് കളറും നോക്കിയാൽ അറിയാം, അത്ര വ്യത്യാസം. ഇത് രണ്ടും സെയിം പ്ലാന്റാ, പക്ഷെ അതിൻ്റെ ഓറഞ്ചും ഇതിൻ്റെ ഓറഞ്ചും നോക്കിയാൽ വെയിലത്തിരിക്കുന്ന ചെടി ഷെയ്ഡിലിരിക്കുന്ന ചെടിയും തമ്മിലുള്ള ആ ഡിഫറൻസ് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത് ഈ റെഡും ആ റെഡും നോക്കി നോക്കിയേ, അത്ര വ്യത്യാസം കാണും. ഈ റൂബിയുടെയും അതുപോലെ തന്നെയാണ്. റൂബിയുടെ കുറച്ചുകൂടി സിമിലർ ആയിട്ടുണ്ട്. ആ റൂബിയും കളറിനുള്ള വ്യത്യാസം വരുന്നത്, അതിപ്പോൾ കൊഴിയാനായ പൂക്കളായി, അത് ഒരു ഫ്ലവറിങ് കഴിഞ്ഞ അടുത്തതിലേക്ക് പൂവായി. അത്രയും ഡിഫറൻസ് നമുക്ക് വെയിലിൻ്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്.
അതുപോലെ തന്നെ പൂവിടുന്നതിലുള്ള കുറവും ഈ സൺലൈറ്റും വെള്ളവുമാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നത്. ഇവിടെ വരുന്ന മിക്ക ആളുകളുടെയും ചോദ്യമാണ്, നിങ്ങളുടെ അവിടെ പൂവുണ്ടാവുന്ന പോലെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ പൂവ് ഉണ്ടാവാറില്ല, അതെന്താണ് കാരണം എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ പ്രധാന കാരണം ഈ നേച്ചറാണ്. അതായത് സൺലൈറ്റിൻ്റെ ഹൈ ലെവൽ സൺലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡെഫിനറ്റ്ലി 6 to 8 hours സൺലൈറ്റ് ഇവിടെ ഗ്യാരണ്ടിയാണ്. ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന വാട്ടറിങ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളം ഈവനിങ്ങിൽ നമ്മൾ ചെറിയ തോതിലാണ് ഇതിന് നനച്ച് പോകുന്നത്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതിനൊപ്പം തന്നെയാണ് മാന്യൂറിങ്. മാന്യൂറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെടിയുടെ മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ തന്നെ ഒരു ഇതാണ്. എത്ര തന്നെ ആയാലും വളം ചേർക്കുമ്പോൾ അത് ക്വാളിറ്റി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അധികവും ചേർക്കുന്നത് ജൈവവളത്തിൻ്റെ മിക്സ് തന്നെയാണ്. ജൈവവളമായിട്ട് നമ്മൾ ചേർക്കുന്നത് മൊയിൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർന്ന മിക്സിൻ്റെ കൂടെ ഫാക്ടംബോസ് 20-20 നമ്മളിതിനകത്ത് ചേർക്കുന്ന ജൈവവളവും രാസവളവും. അത് മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ചെടി നനച്ചതിന് ശേഷം സൈഡിലായിട്ട് ചെടിച്ചട്ടിയുടെ സൈഡിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കും. അപ്പോൾ അത് സ്ലോലി മണ്ണിലേക്ക് ഡിസ്പോസ് ചെയ്ത് ചെടി ആഗിരണം ചെയ്യും. അതാണ് നമ്മൾ കൊടുക്കുന്ന വളപ്രയോഗത്തിൽ വരുന്നത്. നമ്മൾ ഇയർലി റീപോർട്ടിങ്ങും അതിനെ ഒരു എൻഹാൻസ് ചെയ്യുന്ന ഫാക്റ്റാണ്. കാരണം വെച്ചാൽ നമ്മളുടെ ഈ മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എല്ലാ വർഷവും നമ്മളത് റീപോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മണ്ണിൻ്റെ ക്വാളിറ്റീനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. റീപോർട്ടിങ് നമ്മൾ കഴിഞ്ഞ വർഷം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചെടിക്ക് വെള്ളം കൊടുക്കാതെ വെച്ച് അതിനെ തല കീഴായി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണും വേരും അടക്കം മൊത്തമായിട്ട് നമുക്കതിനെ കിട്ടും. ആ കിട്ടിയ ചെടിയുടെ മുകളിലെ മണ്ണും താഴെയുള്ള മണ്ണും ചെത്തിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത പോട്ടിലേക്ക് വെച്ച് പുതിയ മണ്ണ് നിറയ്ക്കുന്നത്. പുതിയ മണ്ണിൽ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് 2 ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന വളങ്ങൾ ചൂടുള്ളതായതുകൊണ്ട് തന്നെ ചെടിയുടെ വേരിനെ ചിലപ്പോൾ അത് ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് അത് 2-3 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ വേറൊരു ഫാക്റ്റ് ഉള്ളത്, ഇപ്പോൾ ഇതിനകത്തെ കൂമ്പലകൾ നമ്മൾ നുള്ളിക്കളയും. ഇങ്ങനെ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂമ്പ് നുള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ മുട്ടുകളാണ്. അതുപോലെ നമ്മൾ അതിൻ്റെ സോഫ്റ്റ് പ്രൂണിങ് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് കൂടുതൽ ഫ്ലവറിങ് ഉണ്ടാവും. ഫ്ലവറിങ്ങും ബ്രാഞ്ചിങ്ങും ഉണ്ടാവും. ചെടി നല്ല ബുഷിയായി നിറയെ പൂക്കളോട് കൂടി നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ബൊഗൻവില്ലകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബൊഗൻവില്ലകൾക്ക് വരുന്ന 2 തരം അറ്റാക്സ് ആണുള്ളത്. ഒന്ന്, വെള്ളം കൂടുമ്പോൾ ഉണ്ടാകുന്ന റൂട്ടിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ്. രണ്ടാമത് വരുന്നതാണ് ഈ ഇലയിൽ കാണുന്നത്. ഇത് ഒച്ച് അല്ലെങ്കിൽ ഗ്രാസ് ഹോപ്പർ കടിച്ച് മുറിവേൽപ്പിക്കുന്നതല്ല, കടിച്ചിട്ട് വരുന്ന അടയാളങ്ങളാണ്. ഒച്ചുകൾ ഇതിൻ്റെ ഇല തിന്നാറുണ്ട്. അതുപോലെ തന്നെ പുൽച്ചാടികളും ഇതിൻ്റെ ഇല തിന്നുന്നതാണ്. ആ 2 അസുഖങ്ങളാണ് കാര്യമായിട്ട് ബൊഗൻവില്ലകൾക്ക് വരിക. പൊതുവേ മറ്റ് അസുഖങ്ങളൊന്നും ബൊഗൻവില്ലയെ ബാധിക്കാറില്ല. അപ്പം നമ്മൾക്ക് ഇവിടെ ഒരു ഒരു ചെറിയൊരു ബോൺസായി കാണാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള വലിയ ചെടികൾ നമ്മൾക്ക് വെള്ളം ധാരാളം കെട്ടി നിന്ന സ്ഥലത്തിരുന്ന് അതിൻ്റെ റൂട്ടുകൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി. അപ്പോൾ ആ ഇൻഫെക്ഷൻ ഉണ്ടായ ചെടികളെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് മാറ്റിയതാണ് ഈ കാണുന്ന ബോൺസായി. അവരുടെ റൂട്ടുകളും നാശായ റൂട്ടുകൾ മുറിച്ച് കളഞ്ഞ് ബാക്കിയുള്ളതിനെ റെസ്ക്യൂ ചെയ്തെടുത്ത ബോൺസായിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിന് നാശായ റൂട്ടുകളിൽ നിന്ന് റൂട്ടിനെ എടുത്ത് അതുമേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചുണ്ടാക്കിയ ബോൺസായിയാണ് ഇത്. റൂട്ട് ഗ്രാഫ്റ്റാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഒരു ചെറിയ ചെടിയെ ഒരുപാട് വലുതാക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഇപ്പോൾ വലിയ ചെടിയെ ചെറുതാക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഈ റൂട്ടുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് വളരെ നല്ല എളുപ്പത്തിൽ തന്നെ ബോൺസായി ആയി കിട്ടുന്ന ഒരു ടെക്നിക്കും കൂടിയാണ്. ഇത് നമ്മൾക്ക് നാച്ചുറലി അതിനെ ഇൻഫെക്റ്റഡ് ആയപ്പോൾ നമ്മൾ ചെറുതാക്കി സൂക്ഷിക്കേണ്ടി വന്ന് അങ്ങനെ ബോൺസായി ആക്കിയതാണ്. ഇനി അതിനെ പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് ചെറിയ ബോൺസായി പരുവത്തിൽ തന്നെ അവയെ കിട്ടും. അതുപോലെ നമ്മൾക്ക് ഇലകളിൽ വരുന്ന ഒച്ചിനെ റിപ്പൽ ചെയ്യുന്ന പെല്ലറ്റ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണഗതിയിൽ ഒച്ചുകളിൽ നമുക്ക് രക്ഷിക്കാൻ പറ്റാറുണ്ട് ചെടികളെ. ഇവിടെ നല്ല വെയിലിലിരിക്കുമ്പോൾ ചെടികളിൽ ഒച്ചിൻ്റെ ആക്രമണം ഉണ്ടാവാറില്ല. ഇതിന് നമ്മളുടെ ആദ്യത്തെ സ്റ്റേജായിട്ടുള്ള തണലിലിരിക്കുമ്പോഴാണ് ഒച്ചുകൾ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. വെയിലിരിക്കുന്ന ചെടികൾക്ക് ഒച്ചുകളോ അല്ലെങ്കിൽ മറ്റു കീടങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കാറില്ല. പിന്നെ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് സ്റ്റേറ്റ് ഹൈവേ ആയതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെയുള്ള കാർബൺ എമിഷൻ ഭയങ്കര ഹൈ ആണ്. കാർബൺ എമിഷൻ കൂടുന്തോറും ചെടികളിലെ ഗ്രോത്ത്, അതിൻ്റെ പൂക്കളുടെ കളറ്, അതുപോലെ തന്നെ ഫ്ലവറിങ് ടെൻഡൻസി ഇതെല്ലാം ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യപ്പെടും. അത് തന്നെ നമ്മളിപ്പോൾ ഒരു റിമോട്ട് ഏരിയയിൽ ഇത്ര തന്നെ പുകയില്ലാത്ത പൊല്യൂഷൻ ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അളവ്, പൂക്കളുടെ അളവും കളറും ഒക്കെ കുറച്ചുകൂടെ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്തേക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ചെടി വെയിലിലിരിക്കുന്നതിന് പകരം തണലിലാണെങ്കിൽ ഇതിൻ്റെ കളറിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. പ്രത്യേകിച്ച് ചില്ലി റെഡ്, ചില്ലി യെല്ലോ ഒക്കെ തണലിലിരിക്കുന്നതും വെയിലിലിരിക്കുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസാണ്. ഈവൻ ഫയറോപ്പാലിനെ നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ചെടികളിൽ ഇൻഫെക്ഷൻ വരുന്നത് അധികവും മഴക്കാലത്താണ്. അപ്പോൾ നമ്മൾക്ക് രണ്ട് തരത്തിൽ അതിനെ രണ്ട് കാര്യങ്ങൾ ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് മഴ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സാഫിൻ്റെ സൊല്യൂഷൻ തയ്യാറാക്കിയിട്ട് ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലീഫിൽ വരുന്ന ഇൻഫെക്ഷനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ മണ്ണിലും കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ റൂട്ടിൽ വരുന്നത് ഒരു പരിധി വരെ എല്ലാം, ഒത്തിരി നാൾ വെള്ളത്തിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതിന് ഇൻഫെക്ഷൻ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്. രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നന്നായി നിൽക്കുന്ന ചെടി എപ്പോഴെങ്കിലും നമുക്കത് ഡ്രൂപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വാട്ടം പോലെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അതിനെ തണലിലേക്ക് മാറ്റി ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ അതിൽ പിന്നെയും അതിന് വാട്ടം തന്നെയാണ് അത് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഉടനെ അതിനെ റീപ്പോർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കപ്പോൾ കാണാൻ പറ്റും റൂട്ടിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതായിരിക്കും അതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മളതിനെ റീപ്പോർട്ട് നാശായ റൂട്ട് ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞ് സാഫ് കൊണ്ട് അതിനെ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ സാധാരണഗതിയിൽ അവരെ നമുക്ക് റെസ്ക്യൂ ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്, രക്ഷിച്ചെടുക്കാൻ പറ്റാറുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു ചെടിയാണ് ഈ കാണുന്നത്. അത് വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അതിനെ നമ്മൾ എടുത്ത് ഇപ്പോൾ വലുതായി, ഇപ്പോൾ ഫ്ലവറൊക്കെ ആയി. അതുപോലെ വന്നിട്ടുള്ള ബോൺസായികളാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാ ബോൺസായികളും അങ്ങനെ വന്നിട്ടുള്ള ചെടികളാണ്. റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബോൺസായികളാണ് ഇപ്രാവശ്യം ഇവിടെ കാണുന്നതൊക്കെ. നമ്മൾ ഇലകളൊക്കെ വാടി നിൽക്കുന്ന കാണുമ്പോൾ നമ്മളതിനെ തണലിലേക്ക് മാറ്റി 1-2 ദിവസം നമുക്ക് ഒബ്സർവ് ചെയ്യാം. ചിലപ്പോൾ തണലിലേക്ക് മാറുമ്പോൾ അവർ രണ്ടാമത് അത് പൊടിച്ച് വരാം. പൊടിക്കുകയല്ല, തീർച്ചയായിട്ടും അതിന് ക്ഷീണമാണ്, ചെടി വാടി കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളതിന് റീപ്പോർട്ട് ചെയ്യാണ് അതിൻ്റെ മെത്തഡ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിയെ നമ്മൾ റീപ്പോർട്ട് ചെയ്തതിന് ശേഷം, അതായത് പുറത്തെടുത്ത് വേര് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പോൾ വേരിനകത്ത് ഇൻഫെക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും സാധാരണയല്ലേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഉറുമ്പുകളും അതിനകത്ത് ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉറുമ്പുകളുടെ മരുന്ന് തളിച്ച് അതിനെ മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നാശമായ നമ്മളുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള റൂട്ടിൻ്റെ ഭാഗം മുറിച്ച് കളഞ്ഞ് അവിടെ സാഫ് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവയെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരു പരിധി വരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഉള്ളിലേക്ക് അതിൻ്റെ ചെടിയുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഇൻഫെക്ഷൻ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നഷ്ടപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കതിനെ റെസ്ക്യൂ ചെയ്ത് വീണ്ടും പൂർവ്വരൂപത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ അറ്റ്ലീസ്റ്റ് ബോൺസായി ആയെങ്കിലും നമുക്കതിനെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബോൺസായി ആയിട്ടാണ് നമ്മളതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ പ്രൂൺ ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യം. അതിൻ്റെ പ്രൂണിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഒത്തിരി ഡീപ്പായിട്ടുള്ള പോട്ടിൽ വെക്കാതിരിക്കുക, ഷാലോ ആയിട്ടുള്ള പോട്ടിൽ വെക്കണം. അതായത് റൂട്ടിന് ഒരുപാട് താഴെ ഇറങ്ങിപ്പോയി വളരാനുള്ള സാഹചര്യമല്ല, ചെറിയ പ്രതലത്തിൽ വളരാനുള്ള സാഹചര്യമാണ് നമ്മൾ ഒരുക്കുന്നത്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ പ്രൂണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ഫ്രീക്വൻ്റായി പ്രൂൺ ചെയ്ത് ഷേപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ബോൺസായി ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ബൊഗൻവില്ലകളുടെ ഒരു നേച്ചർ അവർക്ക് ഉയരത്തിൽ പോകാനും വളരെ ഹൈറ്റിലേക്ക് പടർന്നു കയറാനുള്ള ഒരു ടെൻഡൻസിയുള്ള ചെടികളാണ് പൊതുവെ ബൊഗൻവില്ല. അപ്പോൾ അവർ വലിയ പോട്ടിലും
അവരെ അൺഅറ്റൻഡഡ് ആയിട്ട് വിടുകയും ചെയ്താൽ അവർ പതിവ് പോലെ അവരുടെ ഹൈറ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അല്ല നമ്മൾ ശരിയായ പ്രൂണിങ് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവയെ ബോൺസായി നല്ല ഷേപ്പ് ചെയ്ത് ഭംഗിയായിട്ട് നിർത്താനായിട്ട് സാധിക്കും. നമ്മളുടെ ഈ ചെടികൾ ഇത്രയും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞ വളക്കൂട്ട് ഇതാണ്. മൊയൽ കാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക് ചേർന്നിട്ടുള്ള മിക്സാണിത്. നമ്മളതൊരു പ്രത്യേക പ്രപ്പോർഷനിൽ ചേർത്തിട്ടാണ് ഈ വളക്കൂട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളുടെ കസ്റ്റമേഴ്സിന് നമ്മളത് കൊറിയറായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പല അളവിലുള്ള പാക്കറ്റുകൾ അവൈലബിളാണ്, അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുള്ള ഏരിയയാണ്. ചെടികൾ ചെറുതായി വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, എല്ലാം പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള പൂക്കളായി തുടങ്ങിയ ചെടികൾ കാണാൻ പറ്റും. ഇത് നമ്മൾ ആദ്യം ആ ഫ്രണ്ട് ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ ഏരിയ മുഴുവൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ചെടികളൊക്കെ വിന്യസിച്ച് വരുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾക്ക് ഏകദേശം 350-ലധികം വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെ ഏറ്റവും ചെറിയ സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപ മുതലാണ്. എല്ലാ ചെടികൾക്കും 50 രൂപയല്ല, പല ചെടികൾക്ക് അവരുടെ കാറ്റഗറിയും അവരുടെ വെറൈറ്റിയുടെയും അവരുടെ അവൈലബിലിറ്റിയുടെയും ഒക്കെ ഇതനുസരിച്ച് വ്യത്യാസമുണ്ട്. എങ്കിലും 50 രൂപ മുതൽ നമ്മളുടെ ചെടികൾ വിപണിയിൽ ലഭ്യമാണ്. ഇത് ഈ വർഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പോയിൻ്റാണ്, സെൽഫി പോയിൻ്റ്. ഇതിന് കാരണമുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളുടെ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ ആളുകൾ സെൽഫി എടുക്കാനും റീൽസ് എടുക്കാനും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഒത്തിരി ചെടികൾ ഡാമേജ് ആക്കി. അതൊക്കെ ഗ്രാഫ്റ്റും ലെയറൊക്കെ ചെയ്തിട്ടുള്ള നല്ല വില കൂടിയ ചെടികളായിരുന്നു. അത് നമുക്ക് അവരോട് ഒന്നും പറയാൻ പറ്റില്ല. അവർ നടക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇത് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, ഇപ്രാവശ്യം അവർക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാനും എല്ലാം ചെയ്യാനായിട്ട് ഒരു കോർണർ അറേഞ്ച് ചെയ്തതാണിത്. ഇത് സെൽഫി പോയിൻ്റ് എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് നമുക്ക് സൺസെറ്റ് വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. സൺസെറ്റ് ചെയ്യുന്ന സമയമാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് ഫോട്ടോയും വീഡിയോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ചെടികളും പൂക്കളും സൺസെറ്റും എല്ലാം കിട്ടുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനാണ്. അതായത് നന്നായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നമുക്ക് വെഡ്ഡിങ് ഷൂട്ട്സ് അല്ലെങ്കിൽ പ്രീ വെഡ്ഡിങ് ഷൂട്ട്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ അതിൻ്റെ അടുത്ത് പൊക്കോളും. അപ്പോൾ മൊത്തത്തിലാണ് അവരെടുക്കണത്. അവർ മൊത്തം ഏരിയനെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇരുന്ന് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റായിട്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു പ്ലേ ഏരിയയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. കാരണം അവർക്കും ഇത് അവരെ ഒന്നുകിൽ അവർക്ക് കളിക്കാൻ ഇഷ്ടമാണ്, ഏരിയ കാണുമ്പോൾ അവർ കളിക്കാൻ തുടങ്ങും. ഇത് മുള്ളുള്ള ചെടികളായതുകൊണ്ട് അവരെ ഹേർട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ചെറിയ പ്ലേ ഏരിയയും കൂടെ നമുക്ക് അപ്പോൾ അവർക്ക് പാരൻസ് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൂടെ നമ്മൾ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. നമുക്കൊരു പേരക്കുട്ടിയുണ്ട്, അപ്പോൾ അവനും കളിക്കാനായിട്ടൊരു സ്ഥലം, അവർക്ക് അവരുടെ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻറ്റും കൂടെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ലോലി അടുത്ത വർഷമാകുമ്പോൾ അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അതെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. വെച്ചാൽ ഓരോന്നിനും നമ്മൾക്ക് അതിൻ്റേതായ ഒരു സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോഴേ നമ്മളതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടും, നമ്മളുടെ എഫേർട്ട് കൂടണം. അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇടാനല്ല, നമ്മുടെ ലൈഫ് ആസ്വദിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം കൂടെ കൊണ്ടുപോവുക. അതാണ് ഇതൊരു പുതിയ അപ്ഡേഷനാണ്. നമ്മുടെ കൃഷിമിത്രയുടെ പ്രേക്ഷകരാരും ഇത് കണ്ടിട്ടുണ്ടാവില്ലേ കഴിഞ്ഞ വീഡിയോയിൽ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓഗസ്റ്റിൽ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് ഇവിടെ ഡാം തുറന്നപ്പോൾ ഇത് വെള്ളം മുഴുവൻ പാസ് ചെയ്ത് വന്നത് ഈ വഴിയിലൂടെയാണ്. ഇതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. അതായത് ഓഗസ്റ്റിൽ ഉണ്ടായ വെള്ളം, ഇത് ഇവിടെ ഭയങ്കര ഫ്ലഡായിരുന്നു ഇവിടെ. അപ്പോൾ കേച്ചേരിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് കംപ്ലീറ്റ് ബ്ലോക്കാക്കി ഒരു 2 അടി ഹൈറ്റിലായിരുന്നു, റോഡിനേക്കാളും ഹൈറ്റിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ചെടികൾ വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ മഴക്കാലത്ത് ചെടികളെ വെള്ളപ്പൊക്കം നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റാൻഡുകൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെടികൾ വെക്കാനുള്ളൊരു കാരണം. അപ്പോൾ നമുക്ക് ഇതിന് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. റോഡിൽ നിന്ന് കാണുമ്പോൾ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡ് ഇവിടെ പിന്നെ സ്റ്റേറ്റ് ഹൈവേയുടെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നതുകൊണ്ട് ഇവിടെ റോഡ് ബ്ലോക്കാണ്. അപ്പോൾ കേച്ചേരിയിൽ നിന്ന് ചൂണ്ടൽ വരയ്ക്ക് 1 വേ മാത്രമേ വാഹനങ്ങൾ അനുവദിക്കുന്നുള്ളൂ.
അതായത് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ കേച്ചേരിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആളൂർ വെട്ടുകാട് ചൂണ്ടൽ വഴിയാണ് ചൂണ്ടലെത്തി ചൂണ്ടലിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാനുള്ള ഇത്. അപ്പോൾ ഒരു 2 കിലോമീറ്റർ വളവുണ്ട്. പകരം നമ്മൾ കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ ബ്ലോക്കുകളൊന്നുമില്ല. കുന്നംകുളത്ത് നിന്ന് നേരെ നമുക്ക് തൃശ്ശൂർക്ക് പോകാൻ നമ്മുടെ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാം. നമ്മുടെ സ്ഥാപനം നിൽക്കുന്നത് നയാര പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് കുന്നംകുളത്ത് നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് നയാര പെട്രോൾ പമ്പ്. ചൂണ്ടൽ കഴിഞ്ഞ് പാറന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നയാര പെട്രോൾ പമ്പ്. ഈ വഴിയിൽ ആകെ ഒരു നയാര പെട്രോൾ പമ്പുള്ളൂ, അത് ഇതാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ സ്ഥാപനം. നമ്മുടെ സ്ഥാപനത്തിനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് കടലാസ്പൂ ദ ബോഗൻവില്ല എന്നുള്ളതാണ്. അപ്പോൾ കടലാസ്പൂ ദ ബോഗൻവില്ല എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കടലാസ്പൂ എന്ന ബോർഡുള്ള സ്ഥാപനത്തിൽ തന്നെ കയറാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അബദ്ധങ്ങളിലും ചെന്ന് വീഴാതിരിക്കാനാണ്. കസ്റ്റമേഴ്സിന് എവിടെ നിന്ന് വാങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത്രമാത്രമാണ് ഞാൻ ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നയാര പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥാപനത്തിലാണ് ഞങ്ങളിരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ സ്ഥലത്തും ബ്രാഞ്ചോ അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികളോ ഇല്ല എന്ന് പ്രത്യേകം ഒരിക്കൽ കൂടി ഞങ്ങൾ ആവർത്തിക്കുകയാണ്. കൃഷിമിത്ര ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ഇന്ന് ഈ അവസരത്തിൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അത് ഞങ്ങളുടെ പ്രേക്ഷകർക്കും, അതായത് കടലാസ്പൂവിൻ്റെ പ്രേക്ഷകർക്കും കടലാസ്പൂവിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ടുള്ളൊരു ഹാപ്പി ന്യൂസാണ് ഞങ്ങൾ ഇതിലൂടെ അറിയിക്കുന്നത്. ഞങ്ങൾ ഇത്രയും ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്നായിരുന്ന ഈ എക്സിബിഷൻ 350-ൽ പരം വെറൈറ്റികളുടെ ബോഗൻവില്ല വെറൈറ്റികളുടെ എക്സിബിഷൻ ഞങ്ങൾ ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇവിടെ നടത്തുകയാണ്. ഒരു മാസ കാലാവധിയാണ്. അതായത് ഏപ്രിൽ 1, 2025 എന്ന ഡേറ്റിനാണ് ഞങ്ങളിവിടെ നിന്ന് കണ്ടക്ട് ചെയ്യുന്നത്. ഇതേ സെയിം സ്പേസിൽ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ സെയിം ഗാർഡനിൽ വെച്ച്, കടലാസ്പൂവിൻ്റെ ഗാർഡനിൽ വെച്ച്. അപ്പോൾ ഏവർക്കും ഏപ്രിൽ 1-ാം തീയതി മുതൽ ഈ എക്സിബിഷൻ കാണാനും ചെടികൾ വാങ്ങുന്നതിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് എക്സിബിഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6 മണിക്ക് ശേഷം നമുക്ക് അനുവദനീയമല്ല, കാരണം ലൈറ്റ് ഉണ്ടാവില്ല. വെളിച്ചമില്ലെങ്കിൽ നമുക്കിതൊന്നും കാണാനോ ആസ്വദിക്കാനോ സാധിക്കാത്തതുകൊണ്ടാണ് കാലത്ത് 9 മുതൽ വൈകിട്ട് 6 മണി വരെ സമയം പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാവരും സഹകരിക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുന്നു. ഇത് എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾക്ക് 350 വെറൈറ്റി എന്ന് പറയുമ്പോൾ 350 കളറല്ല എന്ന് ഒന്ന് അവെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് എടുത്തു വെച്ചത്. കാരണം എല്ലാ ആളുകളുടെ വിചാരവും 350 കളറിലുള്ള ബൊഗേൻവില്ലകൾ ഉണ്ടെന്നാണ്. ഇത് കളറല്ല, ഓരോ വെറൈറ്റിയിലും ഈ കളേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നമുക്കുള്ള കളറുകൾ സപ്തവർണ്ണങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വെള്ളയും കറുപ്പുമാണ് ഉള്ളത്. അതിലെ കറുപ്പും പച്ചയും നീലയും ബൊഗേൻവില്ലകൾ നമ്മൾ മാർക്കറ്റിൽ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്തായാലും. അപ്പോൾ അതൊഴികെയുള്ള കളറുകളുടെ കോമ്പിനേഷൻസാണ് ഈ വെറൈറ്റികളിൽ വരിക. ഒന്നുകിൽ ഇലയിലുള്ള വ്യത്യാസമായിരിക്കാം, അല്ലെങ്കിൽ പൂവിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ബ്ലൂമിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും സൈസ് ഓഫ് ഫ്ലവർ, അങ്ങനെ പലതരത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. അതാണ് ഇതുകൊണ്ട് 350 വെറൈറ്റി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലുപരി വേറൊരു കാര്യം പ്രത്യേകം പറയാനുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ ബോഗൻവില്ല പറ്റിയ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല. എൻ്റെ കാഴ്ചപ്പാടിലാണ് പറഞ്ഞത്, ഒരു 70% ആൾക്കാർക്കും ബോഗൻവില്ല എന്ന് പറയുന്നത് നമ്മുടെ ഈ അതിർത്തികളിലും ഫെൻസിങ്ങിലും മതിലുകളും വേലികളും വളർത്തുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന കടലാസ്പൂ എന്ന് പറയുന്ന ചെടി, അതാണ് അത്രയും വെറൈറ്റികളുള്ളൂ എന്നുള്ളൊരു ധാരണ ഒരു 70% ആൾക്കാർക്കുണ്ട്. ബാക്കി ഒരു 30% ആൾക്കാരും, ഈ 70%-ത്തിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ, പ്രത്യേകം പറയാം. 30% ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നല്ല അവബോധമുണ്ട്. നല്ല രീതിയിൽ എന്താണ് ഇതിന് വില, ഇതിന് വെറൈറ്റികൾക്ക് എന്താണ് വില, ഇത് എവിടെ നിന്നാണ് വരുന്നതിനെ പറ്റി എല്ലാവർക്കും 30% ആൾക്കാർക്ക് അറിയാം. അതിൽ പെട്ട ഒരാളാണ് എൻ്റെ വൈഫ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഞങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. ഞങ്ങളിൽ നിന്ന് തമാശ എന്ന് വെച്ചാൽ, ഞങ്ങൾ വീട് വെച്ചപ്പോൾ വീടിൻ്റെ മുകളിൽ ബൊഗൻവില്ല കൊണ്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞതാണ്, അതെ മുകളിലുള്ള ഒരു ചെടി കൊണ്ട് വെക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയതാ. 70%-ത്തിൽ പെട്ട ഒരാളാണെന്നും 30%-ത്തിൽ പെട്ട ഒരാളാണ് പ്രിയാന്ന് പറയാനുള്ള കാരണം. അല്ല നമുക്ക് അതിനുള്ള അറിവ് അന്നുണ്ടായിരുന്നുള്ളൂ ഈ ബോഗൻവില്ലയെ പറ്റിയിട്ട്. അപ്പോൾ അതുപോലത്തെ അറിവുള്ള ആൾക്കാരെ 70% ആൾക്കാരെ എങ്ങനെ നമുക്ക് അവെയർ ചെയ്യാം, അവർക്ക് എങ്ങനെ ഈ 30%-ലേക്ക് എങ്ങനെ കൊണ്ടുവരാം. അവർക്ക് വരുമ്പോൾ സാധാരണ ചെടികൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ പലരും പറയാറുള്ളത്, ഇതെന്തൊരു ഇത്ര വില,
10 രൂപയ്ക്ക് കിട്ടുന്ന ചെടിയാണ് നിങ്ങൾ ഈ ഇത്രയും വില കൊടുക്കുന്നത്. അതായത് പലരും വന്ന് ചോദിക്കുന്നത് മഹാറാണി, അതറ, അർജുനയൊക്കെ 50 രൂപയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. 50 രൂപയ്ക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ അത് നമുക്ക് ഭാവിയിൽ കിട്ടിയിരിക്കാം. ന്യൂ വെറൈറ്റികൾ നമുക്ക് 50 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ 70% ആൾക്കാർക്കും അത് അറിയില്ല. ഈ ന്യൂ വെറൈറ്റി എന്താണെന്ന് പോലും അറിയില്ല. ആൾക്കാർക്ക് പൂ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് എന്ത് പൂവാണ്, എങ്ങനെയാണത് ഇത്രയും ആകുന്നത്, അത് എവിടെ നിന്നാണ് വരുന്നത്, ഞങ്ങൾ എത്ര എഫർട്ട് എടുത്തിട്ടാണ് കളക്ട് ചെയ്യുന്നത്, എത്ര എഫർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പോലും ആൾക്കാർക്ക് അറിയുന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചെടി കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെടി ഇതാണ്, ഈ സൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോഴത്തെ ഒരു ന്യൂ വെറൈറ്റിയാണ്, പെർസോണ ബോണിയോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണത്. ആ ചെടി എനിക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇതിനെ ഈ പരുവത്തിലൊക്കെ വലുതാക്കിയിട്ട് വേണം അതൊന്നൊരു ചെടി ഹൈലി കോസ്റ്റ് എക്സ്പെൻസ് ചെയ്തിട്ടാണ് നമ്മൾ സാധനം ഇവിടെ വരുന്നത്. ഇത് വരുത്തി നമ്മൾ എത്ര എഫർട്ട് എടുത്തിട്ടാണ് ഇതിന് ഇത്രയും വലുതാക്കി കൊണ്ടുവന്ന് പിന്നെ അതിൽ നിന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് അത് ഒരു 10 വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം കിട്ടുമെന്ന് സംശയമാണ്. അത്രയും നമ്മൾ എഫർട്ട് എടുത്തിട്ടാണ് നമ്മളത് വരുന്നത്. അപ്പോൾ അത് 50 രൂപയ്ക്ക് കൊടുക്കണം എന്ന് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മാനസികമായി നമുക്കും വിഷമമുണ്ട്. ചോദിക്കുന്ന ആൾക്കാർക്ക് കിട്ടിങ്ങ ആയല്ലോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നത് അവർ കുറ്റം പറയുന്നില്ല. കാരണം വെച്ചാൽ അത് അവർ കസ്റ്റമർ അവകാശമാണ്, അവർ ചോദിക്കാം, നെഗോഷിയേറ്റ് ചെയ്യാം. നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. അപ്പോൾ അത്തരം കസ്റ്റമേഴ്സിനെ ഒന്ന് അവെയർ ചെയ്യുക. ഇതൊക്കെയാണ് വെറൈറ്റികൾ, ഇത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് വിയറ്റ്നാം, ചൈന, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. പല ചെടികളും ഈവൻ ചൈന, തായ്ലൻഡ്, മലേഷ്യ. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നോർത്ത് ഈസ്റ്റ്, ഭൂട്ടാൻ, നേപ്പാളൊക്കെ ഞങ്ങൾ ബൈ കാറ് ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം ഞങ്ങൾ യാത്ര ചെയ്ത ആൾക്കാരാണ്. ഞങ്ങൾ 2 പേരും മാത്രം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വെക്കേഷനാണ്. ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം യാത്ര ചെയ്ത് പല സ്ഥലത്തുനിന്നും ഇവിടെ ഇല്ലാത്ത പല ന്യൂ വെറൈറ്റീസും ഞങ്ങൾ കൊണ്ടുവന്നു. ബൈ കാറും അതുപോലെ തന്നെ ബൈ ഫ്ലൈറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ബൈ കൊറിയറിൽ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ ഇത്രയും വെറൈറ്റികൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നുമാണ് ഞങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞൊല്ലം കൊണ്ടുവന്നു ഒരുപാട് ഞങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്തു, സെയിൽസിന് വെച്ചിട്ടുണ്ട്. ഇക്കൊല്ലം വന്നിട്ടുള്ള ഞാൻ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം അറിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് ഒരു അവയർനെസ് കൊടുക്കുക, അവർക്ക് ഒരു മനസ്സിലാക്കി കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എളിയ ശ്രമം മാത്രമാണത്. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരും മാത്രം വിജയമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ 2 പേരും എഫർട്ടോട് മാത്രമല്ല. ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹവും ഞങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടും. അവരെ ഇവിടെ വരുമ്പോൾ നമ്മുടെ സ്റ്റാഫെല്ലാം വരുമ്പോൾ ഞങ്ങളെക്കാളും വളരെ ഒന്നും അറിയില്ല. എന്നെ പുള്ളിക്കാരത്തിന് ഞാൻ പറയുന്നില്ല, എന്നെ പോലെ തന്നെ ഒന്നും അറിയാതെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇന്നെല്ലാം ഓരോ പ്ലാന്റും അവർക്ക് കൃത്യമായി അറിയാം. ഒരു അതിനെ ട്രീറ്റ് ചെയ്യാനോ അതിനിപ്പോൾ ഒരു പാട്ടം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് ഇങ്ങനെയായിണ്ടാവട്ടെ ചേച്ചി എന്ന് പറയാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി അവർക്കായിട്ടുണ്ട്. അതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. ഇപ്പോൾ ഈവൻ നമുക്ക് കോൾ ഡ്യൂട്ടി പോലെ വരുന്ന സ്റ്റാഫ് പോലും വളരെ അവരും ചെടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർ എൻജോയ് ചെയ്തിട്ട് ഇതിനെ ഞങ്ങൾക്ക് ചെയ്തു തരും. നമ്മൾ ഒരു കാര്യം മാത്രമേ നമ്മുടെ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ ജോലി ചെയ്യുന്നത് ശമ്പളത്തിനാവരുത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നത് ഒരു ബേർഡനായിട്ട് എടുക്കരുത്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് സംതൃപ്തി കണ്ടെത്തണം. അല്ലാതെ ഒരു ബേർഡനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചെടിക്കും ഇതൊക്കെ ദോഷം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ സ്റ്റാഫും വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യുക. ഹായ്, എൻ്റെ പേര് സുജിത് സുരേഷ്. ഞങ്ങൾ ഗുരുവായൂർ പോയിട്ട് പോകുന്ന വഴിയാണ്, തൊടുപുഴയിൽ നിന്ന് വരുവാണ്. അപ്പം ഗുരുവായൂർ പോയിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നോക്കിയപ്പോഴത്തേന് ഇവിടെ ഇങ്ങനെ ബോഗൻവില്ലയുടെ കളക്ഷൻ കണ്ടിട്ട് ഞങ്ങളിവിടെ കയറിയതാണ്. കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര വൈഡ് വെറൈറ്റി കുറേ ഉണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിത് എടുത്തിട്ടുണ്ട്, കുറേ എടുത്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആ വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. റെഡ് ഞങ്ങൾ കുറേ എടുത്ത് നോക്കിയായിരുന്നു, കിട്ടണില്ലായിരുന്നു. ഇവിടെ ഇപ്പം റൂബി റെഡും ഫ്ലെയിം റെഡും 2 ഇപ്പം ചേട്ടൻ കാണിച്ചു തന്നു. കണ്ടു ഞങ്ങൾ പിക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം ചേട്ടനോട് അതിൻ്റെ തയ്യും ചോദിച്ചു.